ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു പരസ്യചിത്രത്തിൻ്റെ ഷൂട്ടിംഗാണ് കാണിക്കുന്നത്. കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കാമുകനും കാമുകിയും പരസ്പരം പ്രണയം തുറന്നു പറയുന്ന മനോഹരമായ ഒരു രംഗമായിരുന്നു അത്. എന്നാൽ റൊമാൻറ്റിക് നിമിഷത്തെ തകിടം മറിച്ചുകൊണ്ട് ഒരു ഫോണിൻ്റെ പ്രൊമോഷൻ അവിടേക്ക് കടന്നു വരികയാണ്. ഡാൻ എന്ന മുൻനിര സംവിധായകൻ സംവിധാനം ചെയ്യുന്ന ഒരു പരസ്യമായിരുന്നു അത്. 8 വർഷങ്ങൾക്ക് മുൻപ് മികച്ച സിനിമകൾ ചെയ്ത് വലിയ പ്രതീക്ഷ ഉണർത്തിയിരുന്ന ഡാൻ ഇന്ന് ജീവിക്കാൻ വേണ്ടി പരസ്യചിത്രങ്ങൾ മാത്രം ചെയ്തൊതുങ്ങിപ്പോയ ഒരു കലാകാരനായി മാറിയിരിക്കുകയാണ്. ഷൂട്ടിങ്ങിൻ്റെ ഇടവേളയിൽ താൻ ഈ വാരാന്ത്യത്തിൽ ഭാര്യയുമൊത്ത് കാടിനുള്ളിലെ കുടുംബ വീട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണെന്ന് ഡാൻ ജീവനക്കാരോട് പറഞ്ഞിരുന്നു. എന്നാൽ തൻ്റെ ഭാര്യ അവിടെ വെച്ച് തനിയെ ഒരു ഹൈക്കിങ്ങിന് പോകുന്നുണ്ടെന്നും ആ കാട് വളരെ അപകടം പിടിച്ചതാണെന്നും അവൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞയുടൻ കാറിലേക്ക് കയറിയ ഡാൻ ആരെയോ ഫോണിൽ വിളിച്ച് എന്തോ കൂട്ടാലോചന നടത്തുന്നുണ്ടായിരുന്നു. അവൻ്റെ കാറിൻ്റെ പാസഞ്ചർ സീറ്റിൽ ടേപ്പ്, കയർ എന്നിവയടങ്ങിയ ഒരു ബാഗുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നഴ്സിംഗ് ഹോമിൽ കഴിയുന്ന തൻ്റെ പിതാവ് മൈക്കിളിനെ കാണാനായി ഡാൻ ചെല്ലുകയാണ്. അപ്പോഴും താൻ പോകാൻ പോകുന്ന യാത്രയിലെ അപകടങ്ങളെക്കുറിച്ച് അവൻ അച്ഛനോടും ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടുത്തെ ടി-വിയിൽ ജയിലിൽ നിന്ന് ചാടിയ 2 അപകടകാരികളായ കൊലയാളികളെക്കുറിച്ചുള്ള വാർത്ത സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയ ഡാൻ തൻ്റെ ബാഗ് ഒരു കമ്പിളി പുതപ്പിനടിയിലായി കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു. തൻ്റെ ജനാലയിലൂടെ ഈ ഒരു കാഴ്ച കാണാനിടയായ അയൽക്കാരിയായ റേച്ചൽ അവനെ ഹാപ്പി ഹണ്ടിങ് എന്ന് ആശംസിക്കുന്നുണ്ടായിരുന്നു. ഇത് ഡാനിന് അല്പം വിചിത്രമായി തോന്നി. തൊട്ടു പിന്നാലെ അവൻ്റെ ഭാര്യ ലിസ കാറിലേക്ക് കയറി. തങ്ങൾ ഹൈക്കിങ്ങിന് പോവുകയാണെന്ന് ഡാൻ ചുറ്റുമുള്ളവർ കേൾക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കാറിനുള്ളിൽ അവർക്കിടയിലെ അസ്വാരസ്യങ്ങൾ പ്രകടമായിരുന്നു. പരസ്പരം കുറ്റപ്പെടുത്തിയും റേഡിയോയിലെ പാട്ടുകൾ മാറ്റിയും അവർ യാത്ര തുടർന്നു. ലിസ വളർന്നു വരുന്ന നടിയായതുകൊണ്ട് ഭർത്താവുമായുള്ള സംസാരം ഒഴിവാക്കാൻ അവൾ ഒരു നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാൻ തുടങ്ങി. അതിനിടയിൽ ആ നാടകത്തിൻ്റെ സംവിധായകനെ കളിയാക്കുമ്പോൾ അത് തന്നെ ഉദ്ദേശിച്ചാണെന്ന് കരുതി ഡാൻ വീണ്ടും അവളുമായി വഴക്കിട്ടു. ഒടുവിൽ ഈ യാത്രയെങ്കിലും സമാധാനപരമാക്കാൻ ഡാനിനോട് കുറച്ചൊന്ന് സന്തോഷമായിരിക്കാൻ ലിസ ആവശ്യപ്പെട്ടു. ഒടുവിൽ ക്യാബിനിലെത്തിയ ഉടൻ ലിസ വൈൻ കുടിക്കാനായി തുടങ്ങി. ഡാൻ സാധനങ്ങൾ അടുക്കി വയ്ക്കുകയാണ്. തുടർന്ന് ബേസ്മെൻറ്റിലേക്ക് പോയ ഡാൻ അവിടുത്തെ ക്യാബിനറ്റ് തുറന്ന് വേട്ടയാടാനുള്ള ആയുധങ്ങൾ അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. അവിടെ നിലത്ത് കിടന്നിരുന്ന കുറച്ച് ആഹാര സാധനങ്ങൾ കണ്ടവൻ അത് എലികൾ ചെയ്തതാണെന്ന് കരുതി. കൂടാതെ തൻ്റെ ഒരു സ്വെറ്റർ അവിടെ നിന്ന് കാണാതായത് അവൻ ശ്രദ്ധിച്ചിരുന്നു. രാത്രിയിൽ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ലിസ വെളുത്തുള്ളി അരിയുന്ന രീതിയെ ചൊല്ലി വീണ്ടും തർക്കമുണ്ടായി. പിന്നീട് തടാകക്കരയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്കായി പ്രത്യേക ചേരുവകൾ ചേർത്ത സ്റ്റീക്കാണ് ഉണ്ടാക്കിയതെന്ന് ഡാൻ അവകാശപ്പെട്ടു. എന്നാൽ സ്റ്റീക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമല്ലെന്ന് ലിസ പറയുമ്പോൾ അവിടെയും അവർ തമ്മിൽ ചെറിയൊരു തർക്കം ഉടലെടുത്തു. ശേഷം അവർ സ്ക്രാബിൾ കളിക്കുമ്പോൾ ഡാൻ ആർക്കും അറിയാത്ത വാക്കുകൾ ഉപയോഗിച്ചതിന് ലിസ ദേഷ്യപ്പെട്ട് ഉറങ്ങാനായി പോയി. തടാകക്കരയിലിരുന്ന് മദ്യപിച്ചാണ് ഡാൻ ആ രാത്രി തള്ളി നീക്കിയത്. അടുത്ത ദിവസം രാവിലെ ഡാൻ കാട്ടിൽ നടന്ന് തൻ്റെ ബാഗിൽ നിറയെ കല്ലുകൾ ശേഖരിച്ച് അത് ബോട്ടിൽ ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് ഡിക്കിയിൽ നിന്ന് ആയുധങ്ങളെടുത്ത് ബേസ്മെൻറ്റിൽ സജ്ജീകരിച്ചു. ധൈര്യം സംഭരിക്കാൻ അല്പം മദ്യപിച്ച ശേഷം ക്ലോറോഫോം പുരട്ടിയ ഒരു തുവാലയുമായി ഉറങ്ങിക്കിടക്കുന്ന ലിസയുടെ അടുത്തേക്ക് ഡാൻ പതുക്കെ നീങ്ങി. എന്നാൽ അവൻ ആക്രമിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം ലിസ പെട്ടെന്ന് തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ഷോക്കടിപ്പിച്ച് അവനെ ബോധം കെടുത്തി. കുറച്ച് സമയത്തിന് ശേഷം ഡാൻ ഉണരുമ്പോൾ താൻ ഒരു കസേരയിൽ കെട്ടിയിട്ടപ്പെട്ടതായും പേടിച്ച് പാൻറിൽ മൂത്രമൊഴിച്ചതായും അവൻ മനസ്സിലാക്കി. ക്ലോറോഫോമിനെക്കുറിച്ച് ലിസ ചോദിക്കുമ്പോൾ അത് ക്ലീനിങ് ലിക്വിഡാണെന്ന് അവൻ കള്ളം പറഞ്ഞു. എന്നാൽ ആ ബോട്ടിലെ കല്ലുകളെക്കുറിച്ചും ബേസ്മെൻറ്റിലെ ആയുധങ്ങളെക്കുറിച്ചും ലിസ ചോദിച്ചപ്പോൾ അവൻ്റെ മറുപടികൾ ബാലിശമായിരുന്നു. ഒടുവിൽ
ഡാൻ കടിച്ചെടുക്കാൻ ശ്രമിച്ച ഹാസ്കോയുടെ പിടി ഒടിഞ്ഞുപോയി. ഈ നേരത്ത് തോക്കുമായി തിരിച്ചെത്തിയ ലിസ അത് ഡാനിനു നേരെ ചൂണ്ടി. തനിക്ക് ക്ലോറോഫോം നൽകി തടാകത്തിൽ താഴ്ത്താനായിരുന്നു അവൻ്റെ പദ്ധതിയെന്ന് ലിസ മനസ്സിലാക്കി. എന്നാൽ ആ ഹാക്സോ എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. മൃതദേഹങ്ങൾ വെള്ളത്തിൽ പൊന്തിക്കിടക്കുമെന്നറിയാവുന്നതുകൊണ്ട് അവളെ കഷ്ണങ്ങളാക്കി മുറിച്ച് കല്ലുകളോടൊപ്പം തടാകത്തിൽ താഴ്ത്താനായിരുന്നു തൻ്റെ പദ്ധതിയെന്ന് ഡാൻ തുറന്നു പറഞ്ഞു. അവൾ ആ കാട്ടിൽ വഴിതെറ്റിപ്പോയി എന്ന് നാട്ടുകാരെ വിശ്വസിപ്പിക്കാനായിരുന്നു അവൻ്റെ ശ്രമം. ഇത്രയും മണ്ടൻ പ്ലാൻ ഉണ്ടാക്കിയ ഡാനിനോട് എന്തിനാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ലിസ ചോദിച്ചു. അവൾക്ക് മറ്റൊരു അവഹിത ബന്ധമുണ്ടെന്നുള്ള കാര്യം തനിക്കറിയാമെന്ന് ഡാൻ വെളിപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഡാനും അവളും തമ്മിൽ ശാരീരികമായ ബന്ധമില്ലെന്ന് ലിസ ചൂണ്ടിക്കാണിച്ചു. ഡാൻ എപ്പോഴും അവളെ കുറ്റപ്പെടുത്തിയിരുന്നത് കൊണ്ട് തനിക്ക് പുരുഷൻ എന്ന പരിഗണന ലഭിച്ചിരുന്നില്ലെന്ന് ഡാൻ ആക്രോശിച്ചു. തനിക്ക് വേണ്ടത് ഒരു ഭാര്യയെയാണെന്നും അമ്മയെപ്പോലെ പെരുമാറുന്ന ഒരുവളയല്ലെന്നും അവൻ പറഞ്ഞു. തിരിച്ച് ലിസയും പൊട്ടിത്തെറിച്ചു. തനിക്ക് വേണ്ടത് ഒരു ഉത്തരവാദിത്തമുള്ള പുരുഷനെയാണെന്നും എല്ലാ കാര്യങ്ങളും നശിപ്പിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെയല്ലെന്നും അവൾ കുറ്റപ്പെടുത്തി. മാത്രമല്ല താനും ഒരു കൊലപാതക പ്ലാനുമായാണ് ഈ യാത്രയ്ക്ക് വന്നതെന്ന് ലിസയും വെളിപ്പെടുത്തി. ഡാൻ ഈ വാരാന്ത്യത്തിൽ വേട്ടയാടാൻ പോകുന്നുണ്ടെന്ന് അവൾ റേച്ചലിനോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയിരുന്ന ഡാനിൻ്റെ പഴയ സുഹൃത്ത് ഹെൻറിയെ പണം കൊടുത്ത് കൂടെ നിർത്തിയാണ് ലിസ ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നത്. ഡാനോടൊപ്പം വേട്ടയ്ക്ക് പോകുമ്പോൾ അബദ്ധത്തിൽ വെടിപൊട്ടി അവൻ മരിച്ചുവെന്ന് വരുത്തി തീർക്കാനായിരുന്നു അവളുടെ ശ്രമം. എന്നാൽ ലിസ ഒരു മോശം നടിയായതുകൊണ്ട് പോലീസ് ഇത് വിശ്വസിക്കില്ലെന്ന് ഡാൻ പരിഹസിച്ചു. തുടർന്ന് തങ്ങളുടെ പങ്കാളികളുടെ മരണത്തിൽ ദുഃഖിക്കുന്ന അഭിനയം രണ്ടുപേരും പരസ്പരം മത്സരിച്ച് കാണിച്ചു. ഡാൻ ആദ്യം കരഞ്ഞു കാണിച്ചപ്പോൾ ദേഷ്യം വന്ന ലിസ തോക്കിൻ്റെ പിടികൊണ്ട് അവൻ്റെ മുഖത്തടിച്ചു. അവനെ വെടിവെക്കാൻ അവൾ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ഹെൻറി പുറകിൽ നിന്ന് വന്ന് ലിസയുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് അവളെ ബോധം കെടുത്തി. 5 ദിവസങ്ങൾക്ക് മുൻപ് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വെച്ചാണ് ഡാനും ഹെൻറിയും ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. ലിസയുടെ പേരിൽ $1,00,000 ഇൻഷുറൻസ് ഉണ്ടെന്നും അതിൽ പകുതി ഹെൻറിക്ക് നൽകാമെന്നും ഡാൻ വാഗ്ദാനം ചെയ്തിരുന്നു. നിലവിൽ ലിസ ബേസ്മെൻറ്റിലെ കസേരയിൽ കെട്ടിയിട്ട നിലയിൽ ഉണരുകയാണ്. അവളുടെ ഒരു കയ്യിലെ ടേപ്പ് അഴിഞ്ഞപ്പോൾ ഹെൻറി വീണ്ടും അത് മുറുക്കിയൊട്ടിച്ചു. തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഡാനിൻ്റെ നിയന്ത്രണ ബുദ്ധിയും ബലഹീനതയുമാണെന്ന് ലിസ പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടായിരുന്ന ജോലി കളയിച്ച് തന്നെ അഭിനയത്തിലേക്ക് തള്ളിവിട്ടതും ഡാൻ തന്നെയാണ്. ഇൻഷുറൻസ് നേടിയാലും കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ലിസ വ്യക്തമാക്കി. ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയാണ് അവൾ തന്നെ കൊല്ലാൻ നോക്കിയതെന്ന് ഡാൻ ആരോപിച്ചു. ഹെൻറിക്ക് $50,000 മാത്രമാണ് ഡാൻ വാഗ്ദാനം ചെയ്തതെന്ന് കേട്ട ലിസ ഇൻഷുറൻസ് തുക അതിലും വളരെ കൂടുതലാണെന്ന് വിളിച്ചു പറയാനായി ശ്രമിച്ചു. ഡാൻ അവളുടെ തലയിൽ ഒരു ബാഗ് ഇട്ട് മൂടി. ലിസ ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ ഹെൻറി ഡാനിനു നേരെ തോക്കു ചൂണ്ടി. ഹെൻറി ഡാനെ നിർബന്ധിച്ച് ആ ബാഗ് മാറ്റിച്ചു. ഇൻഷുറൻസ് തുക $1 മില്യൺ ആണെന്നും ഇപ്പോൾ ഡാനിനെ വെടിവെച്ചാൽ അതിൻ്റെ പകുതി നൽകാമെന്നും ലിസ ഹെൻറിക്ക് ഓഫർ നൽകി. പരിഭ്രാന്തനായ ഡാൻ അതിലും കൂടുതൽ പണം വാഗ്ദാനം ചെയ്യുമ്പോൾ ലിസ മുഴുവൻ തുകയും നൽകാമെന്ന് പറഞ്ഞു. പണത്തിനു വേണ്ടിയുള്ള തർക്കം മുറുകിയപ്പോൾ ഡാൻ ലിസയെ തള്ളി മാറ്റി ഹെൻറിയുടെ മേൽ ചാടി വീണ് തോക്കിനായി ഗുസ്തി പിടിച്ചു. ആ പോരാട്ടത്തിനിടയിൽ അബദ്ധത്തിൽ വെടിപൊട്ടി. അവിടുത്തെ ജൂക്ക് ബോക്സ് ഓണാവുകയും ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഒടുവിൽ ടേപ്പ് അഴിച്ചു മാറ്റിയ ലിസ തോക്ക് കൈക്കലാക്കാനായി ശ്രമിച്ചു. പരസ്പരം മുഖത്ത് തുപ്പിയും അടിച്ചും അവർ പോരാടുമ്പോൾ അബദ്ധത്തിൽ വീണ്ടും വെടിപൊട്ടുകയും ഹെൻറി അവിടെ തന്നെ വെടിയേറ്റ് മരിച്ചു വീഴുകയും ചെയ്തു. ഇതിൻ്റെ ഉത്തരവാദിത്വത്തെ ചൊല്ലി അവർ തമ്മിൽ വഴക്കിട്ടു. തോക്കിപ്പോൾ തൻ്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കിയ ഡാൻ ലിസയെ അടിച്ചു വീഴ്ത്തി. എന്നാൽ അവൾ അടുക്കളയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അടുക്കളയിൽ വെച്ച് ലിസയെറിഞ്ഞ കത്തിയിൽ നിന്ന് ഡാൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അവൾക്ക് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചെങ്കിലും തോക്കിൽ ഉണ്ടകൾ തീർന്നു പോയിരുന്നു. തുടർന്ന് അവർ തമ്മിൽ ക്രൂരമായൊരു കയ്യാങ്കളി നടക്കുകയാണ്. ലിസ അവൻ്റെ കാലിൽ കത്തി കുത്തിയിറക്കുമ്പോൾ ഡാൻ ഒരു കളിമൺ പാത്രമെടുത്ത് എറിയുകയാണ്. അത് ജനൽ തകർത്ത് പുറത്തേക്ക് വീണു. ആ ബഹളത്തിനിടയിൽ അവർ വീണ്ടും തോക്കിനായി പോരാടുകയും
ഒടുവിൽ ലിസ തോക്ക് കൈക്കലാക്കുകയും ചെയ്തു. കിടപ്പുമുറിയിലേക്ക് നീണ്ട ആ ചേസിങ്ങിൽ അവർ തോക്കിനായി വീണ്ടും ഗുസ്തി പിടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വെടിപൊട്ടി മേൽക്കൂരയിലേക്ക് കൊണ്ടു. തൊട്ടു പിന്നാലെ മുകളിൽ നിന്ന് ഒരു നിലവിളി ശബ്ദം കേൾക്കുകയും റൂഫിൻ്റെ സീലിംഗ് തകർന്ന് 3 പേർ അവരുടെ മുകളിലേക്ക് വീഴുകയും ചെയ്തു. ഈ ആഘാതത്തിൽ എല്ലാവരും ബോധരഹിതരായി. 3 ദിവസങ്ങൾക്ക് മുൻപ് ജയിൽ ചാടിയ അലഗര, പീറ്റ്, ടോഡ് എന്നീ 3 കുറ്റവാളികളായിരുന്നു അത്. കാട്ടിലോടി ഓടി ഒടുവിൽ ഈ ക്യാബിൻ കണ്ടെത്തിയവർ വാതിലിന് മുകളിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് ഉള്ളിൽ കയറുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ എടുത്തതും ഭക്ഷണം കഴിച്ച് അഴുക്കാക്കിയതും അവരായിരുന്നു. ഡാനും ലിസയും എത്തിയപ്പോൾ അവർ മുകളിലെത്തിയ തട്ടിന് പുറത്ത് ഒളിക്കുകയായിരുന്നു. സീലിങ്ങിലേക്ക് വെടിവെച്ചപ്പോൾ അത് ടോഡിൻ്റെ പിൻഭാഗത്താണ് കൊണ്ടത്. വേദന കൊണ്ട് അവൻ തുള്ളിച്ചാടിയപ്പോഴാണ് മേൽക്കൂര തകർന്ന് അവർ താഴേക്ക് വീണത്. നിലവിൽ കുറ്റവാളികൾ ഡാനെയും ലിസയെയും ബേസ്മെൻറ്റിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഹെൻറിയുടെ മൃതദേഹം അവർ ഒരു വസ്ത്രത്തിൽ പൊതിഞ്ഞ് മാറ്റിക്കഴിഞ്ഞു. പീറ്റ് അവരെ റോൺ, ഹെർമിയോൺ എന്ന് വിളിച്ച് പരിഹസിച്ചു. തങ്ങൾ കുറ്റവാളികളല്ലെന്നും ഹെൻറിയുടെ മരണം ഒരു അപകടമാണെന്നും ഡാനും ലിസയും ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്താണ് വേണ്ടതെന്ന് ഡാൻ ചോദിക്കുമ്പോൾ ജയിലിലെ ഗാർഡായിരുന്ന അലേഗ്രയുടെ സഹായത്തോടെയാണ് തങ്ങൾ ജയിൽ ചാടിയതെന്നും ഇപ്പോൾ പണമാണ് ആവശ്യമെന്നും പീറ്റ് വ്യക്തമാക്കി. എന്നാൽ ഡാനിൻ്റെ കയ്യിൽ പണമില്ലെന്ന് ലിസ പറയുകയാണ്. തുടർന്ന് അലേഗ്ര ജയിലിൽ തങ്ങൾ കളിക്കാറുള്ള ഒരു ക്രൂരമായ കളി ഡാനിനെ കൊണ്ട് കളിപ്പിക്കാൻ തീരുമാനിച്ചു. ടോഡ് ബേസ്മെൻറ്റിൽ ഒരു വട്ടം വരയ്ക്കുകയും ഡാനെ അതിലേക്ക് തള്ളിയിടുകയും ചെയ്തു. ടോഡുമായുള്ള ഗുസ്തിയിൽ അവൻ്റെ വെടിയേറ്റ മുറിവിലടിച്ചുകൊണ്ട് ഡാൻ വട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ചാടാനായി ശ്രമിച്ചു. എന്നാൽ കുറ്റവാളികൾ അവനെ പിടിച്ച് പൂൾ ടേബിളിലേക്ക് കിടത്തി അവൻ്റെ പാൻ്റ് അടിച്ചു. ടോഡ് അവനെ ഉപദ്രവിക്കാൻ ഒരുങ്ങുമ്പോൾ ചുമരിലെ സിനിമാ പോസ്റ്റർ കണ്ട് പീറ്റ് അവനെ തടഞ്ഞു. അത് ഡാൻ സംവിധാനം ചെയ്ത സിനിമയുടെ പോസ്റ്ററായിരുന്നു. ജയിലിൽ വെച്ച് ആ സിനിമ ഒരുപാട് തവണ കണ്ടിട്ടുള്ള പീറ്റ് അതിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് അവർ തമ്മിൽ ഒരു ചർച്ച തന്നെ നടന്നു. ഡാൻ്റെ കഴിവിനെ പീറ്റ് അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും ടോഡിനോട് തൻ്റെ പണി തുടരാൻ അവൻ ആവശ്യപ്പെട്ടു. എന്നാൽ ടോഡിന് അതിന് കഴിയാതെ വന്നപ്പോൾ അവൻ ഡാനെ വീണ്ടും വട്ടത്തിലേക്ക് എറിഞ്ഞു. അലേഗ്ര ഡാനെ വെടിവെക്കാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ രഹസ്യ അക്കൗണ്ടിൽ $50,000 ഉണ്ടെന്നും നാളെ ബാങ്ക് തുറക്കുമ്പോൾ അത് നൽകാമെന്നും ലിസ വിളിച്ചു പറഞ്ഞു. ആ ഡീൽ അംഗീകരിച്ച കുറ്റവാളികൾ അവരെ കെട്ടിയിട്ടു. അതിനുശേഷം അലേഗ്ര ടോഡിൻ്റെ ശരീരത്തിൽ നിന്ന് വെടിയുണ്ട പുറത്തെടുത്തു. നാളെ പണം കിട്ടിയ ശേഷം ദമ്പതികളെ കൊന്ന് വണ്ടി ഉപേക്ഷിച്ച് അതിർത്തി കടക്കാനായിരുന്നു അവരുടെ പ്ലാൻ. ബേസ്മെൻറ്റിൽ വെച്ച് ലിസ പഴയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ടു. തങ്ങൾ എങ്ങനെയാണ് ഈ അവസ്ഥയിലെത്തിയതെന്ന് അവർ ആലോചിച്ചു. ഡാൻ തനിക്കായി പോരാടാൻ വേണ്ടിയാണ് താൻ അവിഹിത ബന്ധത്തെക്കുറിച്ച് അവനെ അറിയിക്കാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞ് ലിസ മാപ്പ് ചോദിച്ചു. എന്നാൽ ഡാൻ മറുപടി പറയുന്നതിനു പകരം പൂൾ ടേബിളിലെ ഒരു വല ചവിട്ടി ഒരു ബോൾ താഴേക്കിട്ടു. തുടർന്ന് ബാത്റൂമിൽ പോകണമെന്ന് നിലവിളിച്ച് അവൻ ടോഡിനെ താഴേക്ക് വരുത്തി. ടോഡ് അവനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആക്രമണം തടയാനായി ക്ലോസറ്റിൻ്റെ മൂടി മാറ്റിവെച്ചു. ഡാൻ അകത്തുപോയ സമയത്ത് ടോഡ് പുറത്തുനിന്ന് ലിസയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ പുറത്തേക്ക് വന്ന ഡാൻ തൻ്റെ സോക്സിനുള്ളിൽ ഒളിപ്പിച്ച പൂൾ ബോൾ കൊണ്ട് ടോഡിൻ്റെ തലയ്ക്കടിച്ച് അവനെ വീഴ്ത്തി. തുടർന്ന് ടോഡിൻ്റെ കത്തി ലിസയ്ക്ക് നൽകി ഡാൻ മുകളിലേക്ക് പതിയെ ഒളിച്ചു നീങ്ങുകയാണ്. ടോഡിനെ കാണാതായതോടെ പീറ്റും അലേഗ്രയും ബേസ്മെൻറ്റിലേക്ക് പോവുകയും അവനെ ഉണർത്തുകയും ചെയ്തു. ആ സമയത്ത് പുറത്തേക്ക് ഓടിയ ലിസയുടെ ശബ്ദം കേട്ട് കുറ്റവാളികൾ അവളുടെ പുറകെ ചെല്ലുകയാണ്. കാറിൻ്റെ താക്കോൽ തപ്പാൻ ലിസ വീണ്ടും വീടിനുള്ളിലേക്ക് കയറി. എന്നാൽ ടോഡ് അവളെ വീണ്ടും പിടികൂടി. ബോട്ടിൻ്റെ താക്കോൽ കൈക്കലാക്കിയ ടോഡ് തങ്ങൾ തമ്മിലുള്ള ഡീൽ കഴിഞ്ഞെന്ന് പ്രഖ്യാപിച്ചു. ഈ സമയം ഡാൻ പുറകിലൂടെ വരുന്നത് കണ്ട ലിസ താൻ ഗർഭിണിയാണെന്നും അത് ഡാനിൻ്റെ കുട്ടിയല്ലെന്നും കള്ളം പറഞ്ഞ് ടോഡിൻ്റെ ശ്രദ്ധ തിരിക്കാനായി ശ്രമിച്ചു. എന്നാൽ ടോഡ് അത് വിശ്വസിക്കാതെ വെടിവെക്കാൻ ഒരുങ്ങുമ്പോൾ ഡാൻ അവൻ്റെ മേൽ ചാടി വീണ്
ഒരു പ്രതിമ കൊണ്ട് അവൻ്റെ തോളിൽ കുത്തി. തുടർന്നുണ്ടായ പോരാട്ടത്തിൽ ലിസ ടോഡിൻ്റെ ചെവി കടിച്ചു മുറിച്ചു. ഡാൻ ടോഡിനെ അടുക്കളയിലെ പാൻട്രിയിലേക്ക് തള്ളിയിട്ടു. ലിസ ബീച്ച് ലിക്വിഡ് എടുത്ത് അവൻ്റെ കണ്ണുകളിലേക്ക് സ്പ്രേ ചെയ്യുകയും ജാറുകൾ കൊണ്ട് അവൻ്റെ തലയ്ക്കടിക്കുകയും ചെയ്തു. എന്നിട്ടും ടോഡ് അവളെ കഴുത്തു ഞെരിച്ച് കൊല്ലാനായി ശ്രമിക്കുമ്പോൾ ലിസ അടുക്കളയിലെ കത്തികൾ ഉപയോഗിച്ച് അവൻ്റെ പുറത്ത് പലതവണ കുത്തി. ഒടുവിൽ ഡാൻ ആ പ്രതിമ കൊണ്ട് അവൻ്റെ തലയ്ക്കടിച്ച് വീഴ്ത്തി. കുറ്റവാളികൾ വരുന്നത് കേട്ട് അവർ മുകളിലത്തെ നിലയിൽ ഒളിച്ചിരുന്നു. അവിടുത്തെ ക്ലോസറ്റിൽ വെച്ച് താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ഡാൻ ഏറ്റുപറഞ്ഞു. അവൻ ബോട്ടിൻ്റെ താക്കോൽ ലിസയ്ക്ക് നൽകി രക്ഷപ്പെടാനായി ആവശ്യപ്പെട്ടു. എന്നാൽ താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞത് കള്ളമാണെന്ന് ലിസ വ്യക്തമാക്കി. അത് താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അഭിനയമായിരുന്നുവെന്ന് ഡാൻ പുകഴ്ത്തി. പീറ്റ് അവരെ കണ്ടെത്താൻ അടുക്കുമ്പോൾ ഡാൻ അവൻ്റെ മേൽ ചാടി വീണു. പുറത്തേക്കോടിയ ലിസയെ അലേഗ്ര പിടികൂടുന്നുണ്ടെങ്കിലും ഡാൻ അലേഗ്രയെ അടിച്ചു വീഴ്ത്തി അവളുടെ ഇടുപ്പ് തകർത്തു. തുടർന്ന് പീറ്റ് ജനൽ തകർത്തു വന്ന് ഡാനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. ലിസ ഒരു കൈക്കോട്ട് കൊണ്ട് പീറ്റിനെ കുത്താൻ നോക്കുന്നുണ്ടെങ്കിലും ടോഡ് വന്ന് അവളെ പിടികൂടി. പീറ്റ് ഡാനിൻ്റെ കൈപ്പത്തിയിലേക്ക് ആ കൈക്കോട്ടിൻ്റെ തണ്ട് കുത്തിയിറക്കി. ശേഷം അവിടെ പുല്ല് ചെത്തുന്ന മിഷൻ ഓൺ ചെയ്ത് ഡാൻ്റെ തല അതിലേക്ക് തള്ളാനായി പീറ്റ് ശ്രമിച്ചു. അത് തടയാൻ ശ്രമിച്ച ഡാനിൻ്റെ വിരലുകൾ മിഷീനിൽപ്പെട്ട് മുറിഞ്ഞുപോയി. പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഉച്ചത്തിൽ പാട്ട് കേൾക്കുകയും ഒരു കാർ വന്ന് പീറ്റിനെ ഇടിച്ച് തെറിപ്പിക്കുകയുമാണ്. അത് ഡാൻ്റെ അച്ഛനായ മൈക്കിളായിരുന്നു. അയൽക്കാർ വിളിച്ചു പറഞ്ഞതറിഞ്ഞ് നഴ്സിംഗ് ഹോമിലെ ജീവനക്കാരിയെ തല്ലിച്ചതച്ചാണ് മൈക്കിൾ കാറുമായി അവിടേക്ക് എത്തിയിരുന്നത്. ആ മോഡേൺ കാറിൻ്റെ ഡിജിറ്റൽ സിസ്റ്റം കൈകാര്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് അതിലെ പാട്ട് ഉച്ചത്തിൽ പ്ലേ ആയി പോയിരുന്നത്. പീറ്റിൻ്റെ അവസ്ഥ കണ്ട് അവനെ പരിശോധിക്കാനായി അലേഗ്രയെ തോക്ക് താഴെയിട്ടപ്പോൾ മൈക്കിൾ ആ തോക്കെടുത്ത് ടോഡിൻ്റെ തല വെടിവെച്ച് തകർത്തു. എന്നാൽ പുറകിൽ നിന്ന് വന്ന അലേഗ്ര മൈക്കിളിനെ കുത്തി. മൈക്കിൾ തന്നെ ഉപദ്രവിക്കാനായി എത്തിയ പീറ്റിൻ്റെ മൂക്ക് കടിച്ചെടുത്തു. ഒടുവിൽ പീറ്റ് മൈക്കിളിനെ മെഷീനിലേക്ക് തള്ളിയിട്ട് ക്രൂരമായി കൊലപ്പെടുത്തി. ഡാനും ലിസയും കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പീറ്റ് കാറിന് നേരെ വെടിയുതിർക്കുകയും അവർ ഒരു മരത്തിലിടിച്ച് നിൽക്കുകയും ചെയ്തു. ലിസയോട് ബോട്ടിലേക്ക് പോകാൻ പറഞ്ഞ് ഡാൻ പീറ്റിനെ നേരിടാനായി പോയി. അതിനിടയിൽ തന്നെ ഉപദ്രവിക്കാൻ നോക്കിയ അലേഗ്രയുടെ കാല് ചവിട്ടി ഓടിച്ച ഡാൻ അവളെ വെടിവെച്ച് കൊല്ലുകയാണ്. തടാകക്കരയിൽ ബോട്ടുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച ലിസയുടെ അടുത്തേക്ക് പീറ്റ് എത്തുകയും ബോട്ട് കൈക്കലാക്കാനായി ശ്രമിക്കുകയും ചെയ്തു. ഡാൻ ഓടി വന്ന് ബോട്ടിൻ്റെ കയറിൽ പിടുത്തമിട്ടു. അവൻ വെള്ളത്തിലൂടെ വലിച്ചിഴക്കപ്പെടുന്നുണ്ടെങ്കിലും ഒടുവിൽ ബോട്ടിലേക്ക് കയറാൻ അവന് സാധിച്ചു. ബോട്ടിനുള്ളിൽ വെച്ച് അവർ തമ്മിൽ വീണ്ടും ശക്തമായ പോരാട്ടം അരങ്ങേറുകയാണ്. ലിസ ഒരു ഫ്ലയർ ഗൺ ഉപയോഗിച്ച് വെടിവെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പീറ്റ് അത് തട്ടിയെടുത്തു. ഒടുവിൽ ഡാനും ലിസയും ചേർന്ന് പീറ്റിനെ കഴുത്തിൽ കയർ മുറുക്കി വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. അവൻ ശേഖരിച്ചു വെച്ചിരുന്ന കല്ലുകളുടെ ബാഗ് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് പീറ്റ് തടാകത്തിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോവുകയാണ്. എന്നാൽ ആ കയർ ഡാനിൻ്റെ കാലിലും കുരുങ്ങിയതുകൊണ്ട് അവനും വെള്ളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ലിസ കൃത്യസമയത്ത് തന്നെ അവൻ്റെ കയ്യിൽ പിടിക്കുകയും അവൻ്റെ ഷൂ അഴിച്ചുമാറ്റി അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് ഡാൻ പോലീസിനെ വിളിച്ചു. ലിസ അവൻ്റെ മുറിഞ്ഞുപോയ വിരലുകളും വിവാഹമോതിരവും ഒരു ബാഗിലാക്കി അവന് നൽകി. പരസ്പരം കൊല്ലാൻ നോക്കിയതിനെ അവർ മാപ്പ് പറഞ്ഞു. തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒന്നിച്ച് നേരിടാൻ അവർ തീരുമാനിക്കുകയും പരസ്പരം കൈകോർക്കുകയും ചെയ്തു. പോലീസും മാധ്യമങ്ങളും എത്തിയപ്പോൾ തങ്ങൾ ക്രൂരന്മാരായ കുറ്റവാളികളിൽ നിന്ന് ജീവൻ രക്ഷിക്കാനായി പോരാടിയ മാതൃകാ ദമ്പതികളാണെന്ന് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർത്തു. മരിച്ച മൈക്കിളിനെ വലിയ ഹീറോ പരിഗണന ലഭിച്ചു. ഈ സംഭവം വലിയ വാർത്തയാവുകയും അവർ പ്രശസ്തരാവുകയും ചെയ്തു. ഒടുവിൽ അവരുടെ ഈ ഒരു അതിജീവന കഥ ഒരു സിനിമയാക്കാൻ കരാർ ഒപ്പിട്ടു. ഡാൻ സംവിധാനം ചെയ്ത് ലിസ നായികയാവുന്ന ആ സിനിമ OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യപ്പെട്ടു. സിനിമയുടെ പ്രീമിയറിൽ തങ്ങളെ വലിയ പോരാളികളാക്കി ചിത്രീകരിക്കുന്നത് കണ്ട് ഡാനും ലിസയും തങ്ങളുടെ വിജയം ഒരു ചുംബനത്തോടെ ആഘോഷിക്കുന്നതോടെ ഈ ഒരു ചിത്രം അവസാനിക്കുകയാണ്.